അലീനയുടെയും മനുവിൻ്റെയും വരാനിരിക്കുന്ന വിശേഷങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അതുപിടിച്ചാലും അലീനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആർക്കും വിളമ്പിത്തരാൻ പറ്റത്തില്ല, ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ആൻസി. പക്ഷേ റോബിച്ച് വന്ന് ചോദിക്കുന്നുണ്ട്, എന്നാടി നിനക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്നാന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, പക്ഷേ വിളമ്പി കൊടുക്കാനൊന്നും എന്നെ കാണത്തില്ല, കണ്ട നായ്ക്കൾക്കും പട്ടിക്കും പൂച്ചകൾക്കും അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ അത് കുട്ടിയച്ചാനെ വിളിച്ചുകൊണ്ട് വരുവാണ്. അവിടെ നിന്ന് ആലീനെ വിളിച്ചുകൊണ്ട് വരുവാണ്. എന്തായാലും അപ്പച്ച റാണി ആൻറ്റിക്ക് കൊടുക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്, ഞാൻ കൊടുക്കാം എന്ന് പറയണം. അപ്പം എന്താണ് ഇന്ന സ്ഥലത്താന്ന് പറയാം. അപ്പോഴത്തേക്ക് ഒരു അലമാരയൊക്കെ തപ്പുന്നുണ്ട്. അലമാര തപ്പുമ്പോഴത്തേക്ക് അവിടെ പോയിസനും കീടനാശിനികളോടെ ഒക്കെ ഇപ്പുണ്ട്. അപ്പോഴത്തേക്ക് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ച അങ്ങനെയാണെങ്കിൽ ഈ റൂമിൽ കുറച്ച് കത്തിയും കോടാലിയും ബ്ലേഡും അതുപോലെ കയറും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല, ആൻറ്റിക്ക് പെട്ടെന്ന് ചാകാൻ എളുപ്പമാകത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് മാത്രം ഒന്നും വിഷയമൊന്നും ഇല്ലടി കൊച്ചേ, അവൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ, ചില സമയത്ത് അവൾക്ക് ചെറിയ ചെറിയ ഇളക്കം ഉണ്ടാകും, അവളിപ്പം പള്ളിയിൽ പോയിട്ട് വന്ന് ഇതിലൂടെ നടക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ചനോട് പറയാം, അപ്പച്ചൻ എന്നാലും ഇതിവിടെ വെക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ചൻ പറയാം, റോബിച്ചൻ ഇതിവിടെ വെച്ചേക്കെന്ന് പറയാം ദുരുദ്ദേശം ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. ദുരുദ്ദേശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും പെട്ടെന്നൊരു സാഹചര്യത്തിൽ തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആർക്ക് നമുക്ക് ബുദ്ധിമുട്ടാ എന്ന് പറയുകയാണ്. ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ച ഞാനതൊക്കെ കൊണ്ട് മാറ്റിയേക്കാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് അടുത്ത സീൻ കാണിക്കുന്ന അപ്പച്ചനെ പുറത്തിറക്കിയിട്ട് പിന്നെ അലിനകത്ത് കയറുവാണ്. അപ്പം 3 പാളിയുള്ള ജനാലയുടെ ഒരു പാളി തുറക്കുമ്പോൾ തന്നെ ഈ മയങ്ങിക്കിടന്നതായിട്ടുള്ള നമ്മുടെ ഷെറിൻ എഴുന്നേക്കുവാണ്. ആരാ എന്താന്ന് ചോദിക്കുകയാണ്. ഞാൻ അലീനയാ. എന്താ കാര്യം, എന്തിനാ ഇത് തുറന്നേ? വെളിച്ചം വരാൻ വെളിച്ചം വരാൻ വേണ്ടിയോ? അങ്ങനെയാണെങ്കിൽ വെളിച്ചം വേണ്ടേ എന്ന് അലീന ചോദിക്കുകയാണെ. അപ്പം വെളിച്ചം വേണം, അതിനു വേണ്ടി തന്നെ ആൻറ്റി അത് കഴിഞ്ഞ് അത് ഇത്ര പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അലീന മേശക്കരികിൽ ചെന്നിട്ട് വെള്ളവും ഗ്ലാസും അതുപോലെ ഗുളിയെല്ലാം എടുക്കുകയാണ്. എന്നിട്ട് ഗ്ലാസിൻ്റെ അത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഗുളിയെ ഓരോന്ന് എടുത്തിട്ട് കൊണ്ട് നേരെ കൊടുക്കുകയാണ്, ഷെറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ആൻറ്റി ഈ ഗുളിക കഴിക്കാൻ പറയാം. അപ്പം നേരെ നീട്ടിയ ഗുളിക തട്ടിക്കളയുമാണ് ആദ്യം ഷെറിൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ ഗുളിക ഓരോന്നും പെറുക്കി എടുക്കുകയാണ് നമ്മുടെ അലീന. പെറുക്കി എടുത്തിട്ട് കൈ കൊടുക്കുമ്പോഴത്തേക്ക് അലീന കൈ കൊടുക്കുമ്പോഴത്തേക്ക് കൈ മേടിക്കുന്നുണ്ട്. കൈ മേടിച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വലിച്ച് നേരെ ഭിത്തിക്കെറിയുവാണ് ചെയ്യുന്ന നമ്മുടെ ഷെറിൻ. ഒന്നും മിണ്ടിയില്ല. ആ ഗുളികയെല്ലാം പെറുക്കിയെടുത്ത് മേശയെ കൊണ്ട് വെച്ചിട്ട് ഈ കയ്യിരുന്ന ഗ്ലാസും ആ ജനലിൻ്റെ അടുത്ത് വെച്ചു അലീന. എന്നിട്ട് അലീൻ്റെ ഷെറിൻ്റെ അടുത്ത് വന്നിട്ട് ഈ മുടിയെല്ലാം എണ്ണ പോലും തേക്കാത്ത ആ മുടിയെല്ലാം ഓരോന്ന് പിടിച്ച് ഒരു പേൻ ചീപ്പെടുത്തുകൊണ്ട് വന്നിട്ട് ആ ചീപ്പെടുത്ത് എല്ലാം ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും ആദ്യം അത് അലമ്പി വിടുന്നുണ്ട് ഷെറിൻ. അത് കഴിഞ്ഞ് പിന്നെയും ഓരോന്നിട്ട് പിന്നെ ചിവിച്ച് കൊടുത്തത് അത് നല്ല അഴകോടെ ചിവി കൊടുക്കുവാണ്. പക്ഷെ അത് പിന്നെ അലമ്പി വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3ാമതും ചീവി കൊടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് ഈ 2 കൈ എടുത്ത് തലയിൽ വെച്ചിട്ട് ഞാൻ എന്നെ ഉഴപ്പി കളയട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് കളയട്ടെ എന്നതൊരു ഒരു കൊച്ചുകുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. അങ്ങനെ കളയട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കളഞ്ഞോ എന്ന് പറയണേ. എന്നോട് ദേഷ്യം തോന്നിയില്ല എന്നത്. എന്തിന് എന്നോട് ദേഷ്യം, ആൻറ്റിയോട് എനിക്ക് എന്തിന് ദേഷ്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, അല്ല എനിക്ക് തോന്നി എന്ന് പറയുന്നത്. ആൻറ്റി ഈ മനസ്സിൽ ഒരുപാട് ഒരു അമ്മയുടെ വിഷമങ്ങൾ, അതായത് ജനിച്ചതായിട്ട് കൊച്ചിനെ വളർത്താൻ പറ്റാത്തതായിട്ടൊരു അമ്മയുടെ തേങ്ങൽ വിഷമങ്ങൾ എല്ലാം ആ നിരാശയെല്ലാം തിങ്ങിക്കൂടി കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നേരെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു തല അലീനയുടെ തോളത്ത് ചാരി നിർത്തി ഇങ്ങനെ പറയുവാണ് ഇങ്ങനെ, ആൻറ്റി എവിടെ പോയെന്നോ, ഞാൻ ആൻറ്റിയുടെ കൊച്ചിനെ കണ്ടുപിടിക്കാം, ഞാൻ സഹായിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അലീനയുടെ ആ തോളത്ത് ആദ്യം ഒരിറ്റ് കണ്ണുനീര് വീഴുവാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് മനസ്സിലായി ഇത് പ്രശ്നം ഇത്തിരി ഗുരുതരമാണ്. അതായത് താൻ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ടോണിച്ചാൻ്റെ, അതായത് മാമച്ചൻ്റെ അങ്കിളുടെയും ഗ്രേസി ആൻറ്റിയുടെ മകനായ ടോണിയല്ലല്ലോ, അവരുടെ മകനായ ആ വ്യക്തിയുടെ മകളാണ് ഈ നമ്മുടെ ഭാര്യയാണ് ഈ ഷെറിൻ ആൻറ്റി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർക്കുണ്ടായി ജനിച്ച കൊച്ചിനെ ഇവരെവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക്, അതിൻ്റെ വിഷമത്തിലാണ് ഇവൾ കരയുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ കെട്ടിപ്പിടിച്ച് പുറത്തൊക്കെ ഒന്ന് തഴുകി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത രീതിയിൽ കണ്ണുനീര് വീഴണം. എന്നിട്ട് കണ്ണുനീര് വീഴുമ്പോഴത്തേക്ക് പെട്ടെന്ന്
തിരിച്ച് നേരെ എടുത്തിട്ട് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറയുക, ആൻറ്റി ഒരു രീതി വിഷമിക്കാണ്ട് ഞാനുണ്ടല്ലോ കൂടെ, ഞാനെല്ലാം സഹായിക്കാം എന്നുള്ള രീതി പറയുകയാണ്. അപ്പം എന്നിട്ട് നേരെ പോയി ഗുളിക എടുക്കുക. ഗുളിക എടുത്തുകൊണ്ട് കൈ കൊടുക്കുമ്പോഴത്തേക്കും ഒരു വിസമ്മതം ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ ആ ഗുളിക തൻ്റെ കൈ മേടിച്ചിട്ട് ഷെറിൻ ഗുളിക കഴിക്കുവാണ്. ഗുളിക കഴിച്ച് എന്നിട്ട് അപ്പം തൻ്റെ അടുത്തിരുന്ന് എന്നിട്ട് പതുക്കെ അലീന അവളെ കിടത്തുവാണ്. കിടത്തി കഴിയുമ്പോഴത്തേക്ക് അലീന ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ആൻറ്റി എന്നാൽ കിടന്നോ എന്ന് പറഞ്ഞ് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് തൻ്റെ ആ കഴിച്ച ഗുളികയുടെ ആ ആഘാതം, അതായത് കണ്ണിനെല്ലാം കണ്ണുനീരുണ്ട്, കൺപോളിലെല്ലാം ഉണ്ട്. പക്ഷേ ഈ കുറേ നേരം അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അതിൽ ഷെറിൻ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഗുളികയുടെ ആ ഡോസ് കൂടുതലുണ്ട്, പെട്ടെന്ന് ഉറങ്ങിപ്പോവാണ്. അപ്പം തന്നെ അപ്പച്ചൻ കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി അവൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുക. ആ ഉറങ്ങിയപ്പിച്ചാന്നറ. അവളെങ്ങനെ ഇടയ്ക്ക് എങ്ങനെയാണ് അവൾ ഇതിലൂടെയൊക്കെ ഓടി നടക്കുന്ന കൊച്ചാണ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ വിഷമം വരുമ്പോഴത്തേക്ക് അങ്ങനെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഗുളിക കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്ന, എന്താണ് അലീന മോളെ നീ കൊള്ളാം, നീ ഗുളിക കഴിപ്പിച്ചല്ലോ എന്ന് പറയും. ആ ഗുളിക കഴിപ്പിച്ച അപ്പച്ചെന്ന് പറയും. അപ്പോൾ ഏതൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ നടക്കാം എന്ന് പറഞ്ഞ് പുറത്തോട്ട് നടക്കാൻ പോവാണ്. അങ്ങനെ നടക്കാൻ പോകുമ്പോഴത്തേക്ക് അകത്ത് റോബിച്ചനോട് ഭാര്യ പറയുക, നിങ്ങൾക്ക് അവരോട് ചോദിക്കത്തില്ലേ, നിങ്ങളുടെ ചേട്ടനോട് ചോദിക്കത്തില്ലേ, കണ്ട കൊച്ചിനെ നിങ്ങൾ അവിഹിതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജാരസന്ധിതിനെയൊക്കെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ല? ഇവിടെ ഒരു 10 പേര് വന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് എന്തുത്തരം പറയും നിങ്ങൾക്ക് ചോദിക്കും. നിങ്ങൾ ചേട്ടനെ ചേട്ടന് തോന്നിയ ദിവസമല്ല വളർത്തിക്കൊണ്ടിരിക്കും നിങ്ങളാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, എടി നീ എന്തിനാ ആവശ്യമില്ലാതെ പറഞ്ഞേ, ലാലിച്ചിന് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ദിവസം ഇവിടെ നിർത്തിയിട്ട് ലാലിച്ചൻ വിളിച്ചുകൊണ്ട് പൊക്കോളും. 2 ദിവസം ഇവിടെ വന്ന് തറവാട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന്, അപ്പച്ചൻ വന്നാൽ അപ്പച്ചൻ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നും അവളെ ഞങ്ങളുടെ ആ ചിന്നമ്മയമ്മയുടെ അതേ ഷേപ്പാ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് നിങ്ങളുടെ അമ്മയുടെയോ? നിങ്ങളുടെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അമ്മയുടെ അത്ര സൗന്ദര്യമൊന്നും ഈ പെണ്ണിനൊന്നുമില്ല. ഈ പെണ്ണിന് തന്നെ മാങ്ങാണ്ടി മോന്തയും അതായത് ജിറാഫിൻ്റെ കഴുത്തുമൊക്കെ ഉള്ള ഈ പെണ്ണിനാണോ നിങ്ങളുടെ അമ്മയുടെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്തുവാടി പറഞ്ഞത് ആൻസി? ഞങ്ങളുടെ അമ്മയ്ക്ക് നീ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴല്ലേ നീ ഞങ്ങളുടെ അമ്മയെ കാണുന്നത്? നീ വന്നപ്പോഴത്തേക്ക് ആ കാണുന്ന അമ്മയ്ക്ക് അന്ന് 55 വയസ്സായിരുന്നു. ആ സമയത്ത് അമ്മയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷെ അമ്മയുടെ ചെറുപ്രായം 10-30 വയസ്സുള്ള സമയത്ത് ഇവളെ പോലെ തന്നെ ഈ കൊച്ചിനെ പോലെ തന്നെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണാത്തതാണ് നിങ്ങളുടെ അമ്മേനെ. നിങ്ങൾ ചുമ്മാ പറയാം, നിങ്ങൾ അവളെ വലിയ ആളായിട്ട് കൊണ്ട് നടക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എടി നിനക്ക് എന്നെ കണ്ണ് കാണത്തില്ലേ, നിനക്ക് എന്നെ നീ വല്ല ഡോക്ടറെ പോയി കാണ്, ആവശ്യമില്ലാതെ സംസാരിച്ച് അവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നീ അങ്ങനെ തീർത്തോ, പക്ഷേ ഉള്ളതുപോലെ പറയത്തില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, നിങ്ങളത് കൊണ്ട് നടന്നോ, കാരണം അവളിപ്പം ഭൂലോക സൗന്ദര്യമുള്ള പെണ്ണ്, ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. നീ എന്തിനും സമ്മതിക്കാതിരുന്നോന്ന് പറഞ്ഞ് പെട്ടെന്ന് റോബിച്ചിൻ ഇറങ്ങി റൂമിൽ നിന്ന് പോവാണ്. അടുത്ത സീൻ കാണിക്കുന്ന ഉച്ചയാകുമ്പോഴത്തേക്ക് കഴിക്കാൻ കയറി വരും ആര്, നമ്മുടെ അതുകുട്ടിച്ചാനും ലാനിയിലേയും വരുവാണ്. അപ്പോഴത്തേക്ക് റോബിച്ചൻ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് കൈ കഴുകാൻ നിൽക്കുകയാണ്. ഉടനെ അതുകുട്ടിച്ചാൻ ചോദിക്കുക, അതെന്താ റോബിച്ച ഇന്ന് നേരത്തെ നിങ്ങൾ ഇരുന്നേ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതെ ഇന്ന് ഇത്തിരി നേരത്തെ വിശന്നു. അപ്പം 4 പേർക്ക് ഒരുപോലെ വിശന്നോ ചോദിക്കുമ്പോൾ ഉടനെ ആൻസി പറയുന്നുണ്ട്, അപ്പച്ചന് എന്താ വേണ്ട അപ്പച്ച, ഫുഡാണോ? ഫുഡും കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പച്ചനെടുത്ത് കഴിക്കണം പറയുമ്പോൾ ഞാൻ നിൻ്റെ ഔദാര്യത്തിലാണോ ഡി, നിനക്ക് എന്നാടി നിനക്കൊരു മാന്യതയില്ല, നേടി ഒരു കൊച്ചു ഇവിടെ വന്നത്, അവൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുമിച്ച് അവളെ വീട്ടിൽ വിളിച്ചിരുത്തി ഒരുമിച്ച് ഫുഡ് കഴിച്ച് പോകുന്നതല്ല അതിൻ്റെ മാന്യത. നീ നിൻ്റെ കെട്ടിയവന് നിങ്ങൾക്ക് 4 പേർക്കുമാണ് ഒരുപോലെ വിശന്നത്. ഇവളിവിടെ വന്ന് ഉടനെ കണ്ട അപ്പച്ച ഉടനെ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് മറിയക്കുട്ടി നമ്മുടെ ആൻസർ അമ്മ വന്ന് പറയണേ. അങ്ങനെ ആൻസർ അതിന് മറുപടി പറയാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളുടെ വീട്ടിലെ ഒരു മാന്യതയോടെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരാൾ വരുമ്പോഴത്തേക്ക് അവരെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ഞാൻ നിങ്ങളുടെ മകളോടാണ് ചോദിക്കുന്നത്, നിങ്ങളോടല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആൻസി പെട്ടെന്ന് അടുത്ത് ചാടി കയറുവാണ്. അപ്പച്ച ഇത് ഇത്രയും ചോദിച്ചുകൊണ്ട് പറയാം, എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പട്ടിക്കെവിടെ കോഴിക്കെവിടെ പന്നിക്കെവിടെ ഫുഡ് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി അപ്പച്ചൻ കൈ കിടത്തണ്ട. ഇവിടെ ഇപ്പം കയറി വന്നത് കണ്ട ജാരസന്ധികൾക്കൊന്നും വെച്ച് വിളമ്പി കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. അപ്പച്ചന് വേണമെന്നുണ്ടെങ്കിൽ കണ്ട് എടുത്ത് വെച്ച് ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട്, അപ്പച്ചന് വേണം വിളമ്പിത്തരാം, വേറെ ആർക്കും എന്നെ കൊണ്ട് വിളമ്പിത്തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ ഫുഡ് ആർക്ക് വേണോടി ആൻസി, ഞാൻ എൻ്റെ കൊച്ചിന് ഞാൻ എന്നെ പുറത്ത് പോയി മേടിച്ച് കഴിപ്പിച്ചോളാം, അവൾ പുറത്ത് പോയി ലാലിച്ചൻ 2 ദിവസം കൊണ്ട് ലാലിച്ചൻ വന്ന് ബാക്കിയുള്ള കാര്യം നിങ്ങൾ നോക്കിയോളും, അവൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി ഇഷ്ടംപോലെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ആ ഹോട്ടലിൽ ഫുഡ് മേടിച്ച് ഞാൻ അവൾക്ക് കൊടുത്തോളാം, നീ അതിൽ വലിയ ആളൊന്നും കളിക്കണ്ട എന്ന് എടുത്ത് പറയുവാണ്. ലാലിച്ചനും
നമ്മുടെ അവതക്കുട്ടി ആൻസിയോ പറയാം, നിങ്ങൾ ആൻസി പറയാം, നീ കൊണ്ട് നടക്ക്, കവലയെ കൊണ്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് 10 പേര് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ മകനുണ്ടായ ജാരസന്തതി ഏതെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പറയാമല്ലോ. ആദ്യം അത് കൊടുത്തപ്പോഴേ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ കൊട്ടാരമരത്തിൽ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഇത് കാണിക്കുമ്പോഴത്തേക്ക് അതിപ്പം ഞങ്ങൾക്കും കുറച്ചിലാകുന്നുണ്ട്. അതിപ്പം ഇങ്ങോട്ട് വരുത്തില്ലെന്ന് ഓർത്ത് ഇപ്പം ഇവിടെ വന്ന് മറ്റുള്ളവരും കൂടെ നാണം കെടുത്താൻ വേണ്ടി ഇരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് റോബിച്ച് പറയും, ഡി ഉണ്ടായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് പറയാം, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാലല്ലേ ഇവിടെ വിഷയം എന്നൊക്കെ പറയുകയാണ്. അപ്പം റോബിച്ചോണ്ട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൻസിയും മറിയക്കൂട്ടി എല്ലാം പോകണം. ആൻസി കൈ കഴുകാൻ പോയി, അതുപോലെ മറിയക്കൂട്ടി അവിടെ നിന്ന് വേസ്റ്റ് പ്ലേറ്റ് എല്ലാം എടുത്തുകൊണ്ട് കഴുകാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞുടനെ അപ്പച്ചനാണ് റോബിച്ചിനെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ട് പറയാം, പാടി മോളെ നമുക്ക് കഴിക്കാൻ പോകാം, നമുക്ക് പുറത്ത് പോകാം എന്ന രീതിയിൽ അലീനെ കൈ കയറി പിടിക്കുകയാണ്. അലീനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീനെ കൈ കയറി പിടിച്ചിട്ട് അപ്പച്ച ഒന്ന് എമ്മയെന്ന് പറയാം, ഒന്ന് നിന്നിട്ട് നേരെ അകത്തോട്ട് പോകണം. അകത്തോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ കയറി നോക്കുമ്പോഴത്തേക്ക് സിങ്കിനകത്ത് കുറേ തലേദിവസത്തെ കുറേ പാത്രങ്ങൾ കഴുകാതെ ഇട്ടിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ വാഷ് ബേസിൻ, അതുപോലുള്ള ടൈലിട്ട തറ, അവിടെ എണ്ണയും അതും ഇതെല്ലാം. പിന്നെ ആണെങ്കിൽ ഗ്യാസ് കുറ്റിയിലാണെങ്കിൽ ഗ്യാസ് അടുപ്പയിലാണെങ്കിൽ സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെയും കറി വീണതിൻ്റെ ആയിട്ടുള്ള പാത്രങ്ങൾ കുറേ ഇത്. അതുപോലെ ഈ പാത്രങ്ങൾ സൂക്ഷിച്ച് അലമാരിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതായത് അച്ചാറിൻ്റെയും പല ജാമുകളുടെയൊക്കെ കഴുകാത്ത രീതിയിൽ അതൊക്കെ മൂടി ചൊവ്വുന്നതിന് അടയ്ക്കാത്ത രീതിയിൽ ഇട്ടേക്കുന്ന കുറേ പ്ലാസ്റ്റിക് പേപ്പർ, അതുപോലെ പ്ലാസ്റ്റിക് കൂടുകൾ, അതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ വന്നിട്ട് ഒരു അലങ്കോലമായിട്ടിട്ട് നിൽക്കുന്ന കാണാം. അതുപോലെ വർക്കേരിയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഒരു മാസത്തെ പഴക്കം പോലെ വരുന്നതായിട്ടുള്ള കുറേ ചീഞ്ഞതായിട്ടുള്ള പച്ചക്കറികൾ കിടക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലേറ്റ് അകത്ത് കയറി പിന്നെയും നോക്കുമ്പോഴത്തേക്ക് ഒരു കുക്കറിനകത്തുള്ള കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഒരു ഡ്രൈ ഫാനിൽ കുറച്ച് മുറിഞ്ഞതായിട്ടുള്ള കുറേ മുറിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള കുറേ മീൻ, പിന്നെ ഒരു കുറച്ച് മെഴുക്ക് പുരട്ടി, അതുപോലെ ഒരു അച്ചാർ എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് അപ്പച്ചനോട് ചോദിക്കുന്നത്, അപ്പച്ച ഇത് എങ്ങനെ അപ്പച്ച കഴിക്കുന്നത്? ഇതെല്ലാം ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവാണല്ലോ, ഒരു അടുക്കും ചിട്ടയില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിന്നോട് അതന്നെയല്ലേ ഞാൻ പറഞ്ഞ, ഇവിടെ ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ല, നീ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഇവിടെ കഴിക്കണം എന്നുണ്ടോ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പോകാമെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം കയറി കണ്ടിട്ട് നിനക്ക് സമാധാനമായോ? അവളൊക്കെ ഒന്നാതെ നല്ല രീതിയിൽ വെച്ചും പറക്കും തരത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള വായിലിരിക്കുന്ന തോന്നിയാസം മുഴുവൻ ഇപ്പോൾ കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? നീ ഇറങ്ങി വാ എന്ന് പറയുകയാണ്. അപ്പച്ച അതൊക്കെ ഇരിക്കപ്പച്ചെന്നാണ് ഇരുത്തിയിട്ട് കുറച്ച് ചോറൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുകയാണ് അപ്പച്ചന്. അപ്പോൾ കൊടുത്തു, നീ അല്ലാതെ ആരും തന്നെ ഇത്രയും പറഞ്ഞിട്ട് നാണം കെട്ട് പിന്നെ അവിടുത്തെ അവർ തരുന്ന ഫുഡും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ വേറെ ആരും ആഗ്രഹിക്കത്തില്ല. നിനക്ക് എന്തിൻ്റെ അതാ? ആരൊക്കെ എന്താ പറഞ്ഞാലും ഒരു കൂസലും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടാലും, ഒരു ഉളുപ്പുമില്ല, അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. നിനക്ക് നാണമില്ലേ അലീനെ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പച്ച 10-23 വർഷം ഒരു അപ്പനും അമ്മയും ഇല്ലാത്തതിനായിട്ടും നാണക്കേട് അനുഭവിച്ചിട്ട് അത്രയും വേദന ഒന്നും വരത്തില്ല അപ്പച്ച ഇതൊന്നും എന്ന് പറയുകയാണ്. ഇത് കേട്ടോണ്ടേ അപ്പച്ചൻ്റെ മനസ്സ് തകർന്ന്. കാരണം ഞാൻ ശരിയല്ലേ, കാരണം ഒരാളൊരു ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് നിമിഷ നേരങ്ങൾക്കുള്ളൊരു പറച്ചിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ മനസ്സ് പിന്നീട് മാറാൻ പറ്റും. പക്ഷേ 23 വർഷം അനുഭവിച്ചിട്ടുള്ള വേദന അപ്പനും അമ്മയും ഇല്ല എന്നുള്ളൊരു കൊച്ചിൻ്റെ അല്ലെങ്കിൽ തന്തയില്ലായ്മ, തന്തയ്ക്ക് പറക്കാത്ത അല്ലെങ്കിൽ തള്ളയും ഇല്ലാത്ത പൈതലാണോ അല്ലെങ്കിൽ കൊച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നുള്ളതൊക്കെയാണ് പെട്ടെന്ന് അവതക്കുട്ടിയുടെ മനസ്സിലോടി. എന്നാലും ഞങ്ങൾക്ക് ഇത് കൊച്ചിനെ കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര നാൾ ഞങ്ങൾ കൈവിട്ടു പോയല്ലോ എന്നുള്ള ചിന്താഗതിയിലെല്ലാം ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ അവതക്കുട്ടി ചാൻ. അപ്പം ഇതെല്ലാം കോർത്തിണക്കിയ ഒരു വിശേഷമാണ് ഈ ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. അടിപൊളി ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് കാര്യങ്ങൾ. കാരണം നമ്മൾ വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 3 മണി 4 മണിക്ക് ഇടയ്ക്ക് നമ്മൾ ഇടുന്നതാണ്. സംരക്ഷണം ചെയ്യുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ അങ്ങനെ കാണണം. അതുപോലെ പിന്നെ ഇന്ന് മുതൽ രാവിലെ ഞാൻ ഫുൾ വിശേഷം എല്ലാ ദിവസവും ഇന്നത്തെ വിശേഷം ഡെയിലി ഉള്ള വിശേഷം ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇട്ടിട്ടുണ്ട്. അതും കയറി കാണണം. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.